ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയം സജിന ഫിറോസ്, ഫിറോസ് പണ്ടായിരുന്നല്ലോ, സജിന പൂക്കുറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫിറോസുമായിട്ട് ഡിവോഴ്സ് ആയല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പിന്നെയും ആ ഫിറോസ് എന്ന് വിളിക്കുന്നത് ശരിയല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സജിനയും ഫിറോസും പൂക്കുറ്റിയും എല്ലാവരും കൂടെ, പൂക്കുറ്റി ഇല്ല, സജിനയും ഫിറോസും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പരിപാടി നമ്മൾ കണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പിന്നെയും ഇതിന്റെ ഒരു തുടർച്ച വന്നിരിക്കുകയാണ്. അന്ന് എങ്ങനെയാണോ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സജിനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ്. അന്ന് പൂക്കുറ്റിയുമായിട്ടുള്ള ഒരു ഫോട്ടോ സജിന ഇട്ടതിന് ശേഷമാണ് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള ഒരു വാർത്ത പുറത്തോട്ട് വരുന്നത്. റസൂൽ പൂക്കുറ്റി ചില്ലറക്കാരനല്ല, ഓസ്കാർ ജേതാവാണ്. ഓസ്കാർ കിട്ടിയ ആദ്യത്തെ മലയാളി. ഭയങ്കര വലിയ ഫേസ് ആണ്, ചില്ലറ കക്ഷിയല്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ എടുത്തു ചർച്ച ചെയ്യും, ഉറപ്പാണ്. അപ്പം എന്താണെങ്കിലും അന്ന് സജിനെ അറിഞ്ഞുകൊണ്ടാണ് അന്നൊരു ബോംബ് പൊട്ടിച്ചതെങ്കിൽ, റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് പൊട്ടിച്ചതെങ്കിൽ, ഇപ്പോൾ എഗെയിൻ സജിനയുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒരു സാധനം വന്നിരിക്കുകയാണ്, ഒരു റീല് വിത്ത് സ്റ്റോറി. സംഭവം ഞാനത് വെക്കാം. ഇതാണ് സജിന ഇട്ടിരിക്കുന്ന റീല് ആൻഡ് സ്റ്റോറി. രണ്ടു ഇട്ടിട്ടുണ്ട് കേട്ടോ. റസൂൽ പൂക്കുറ്റിയുടെ കൂടെ ഇരിക്കുന്ന ഒരു പടം. പൂക്കുറ്റി അടിച്ച് കിണ്ടിയാണ് ഇട്ടിരിക്കുകയാണോ, അതുപോലൊക്കെ ഉണ്ടല്ലോ കണ്ണ്. എന്നിട്ട് താണ്ട് ഒരു സ്ത്രീ ഒരു വയറൊക്കെ കാണിച്ചുകൊണ്ട് 9 വീക്ക് പ്രഗ്നന്റ് ആണ്. അതുകൊണ്ടാണ് ആ കൊച്ചിന്റെ പടം, നവജാത ശിശുവിന്റെ പടം കാണിച്ചേക്കുന്നത്. ഏതോ ഒരു സ്ത്രീയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നു. സ്ത്രീ ആരാണെന്നും വ്യക്തമാവുന്നില്ല, തലയൊന്നും ഇല്ലാത്ത വിക്കാണല്ലോ. ഈ ഒരു ഇതാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇത് കാണുന്ന ആൾക്കാരെന്താണ് വിചാരിക്കുന്നത്? സജിന 9 മാസം പ്രഗ്നന്റ്, കൊച്ച് പൂക്കുറ്റിയിട്ടത്. ഈ രീതിയിലാണ് ആളുകൾ എടുക്കുന്നത്. ഈ കാര്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പലതരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ വന്നു. ഓൺലൈനിൽ പ്രതികരിച്ച ജനങ്ങളാണെങ്കിലും വീഡിയോ ചെയ്ത ആളുകളാണെങ്കിലും എല്ലാവരും സജിനയ്ക്ക് അഗനിസ്റ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തത്. ഗാലറി തിരിഞ്ഞ് ഇവർക്കെതിരെ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവായി. ഒന്നാമത്തെ കാരണം, ഫിറോസ് ഖാനുമായിട്ട് അവർ ഒഫീഷ്യലി ഡിവോഴ്സ് ആയിട്ടില്ല. അതിനകത്ത് കുട്ടികളുള്ളതാണ്. 2, റസൂൽ പൂക്കുറ്റിക്കും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യയുടെ ആരോഗ്യം അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നു. വോട്ടെവർ, എന്താണെങ്കിലും പുള്ളിക്കും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഉറപ്പായിട്ട് നെഗറ്റീവ് ഉണ്ടാവും. ഉണ്ടായി, നെഗറ്റീവ് വന്നു. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സജിന തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു ഗൈസ്. ഒരു 3 മിനിറ്റ് എക്സ്പ്ലനേഷൻ. ഞാനല്ല പോസ്റ്റ് ഇട്ടത്, എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി പോയി. വേറെ ആരോ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവര് ആ ഫോട്ടോ എടുത്തിട്ടതാണ്. എനിക്കിനകത്ത് യാതൊരു ബന്ധവും ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് എന്നും പറഞ്ഞിട്ടാണ് സജിന ഭയങ്കര ഇമോഷണൽ ആയിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യം സജിന പറയുന്ന വീഡിയോ ഒന്ന് കാണാം. ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ്, ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തതും. ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലു ആണ്. അപ്പൊ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നു സജനെ, ഇത് നമ്മൾ കുറെ കാലമായിട്ട് ഇതിനകത്ത് കിടന്ന് ചിരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കുമായിരിക്കും. ഇപ്പൊ നിങ്ങൾ വന്നിരുന്നിട്ട് ഇങ്ങനെ പണയെന്ന് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തെളിവ് സഹിതം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ഹാക്ക് ആയി പോയിട്ടുണ്ടെന്ന്. തെളിവ് വെക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ വെക്കാം. പിന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കാം, അത് വേറെ കാര്യം. ഇപ്പൊ എന്തോ നടക്കാത്തത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ഈ അക്കൗണ്ട് ഹാക്ക് ആയി പോയി, ഇതിനകത്ത് വല്ല മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഞാനല്ല അയക്കുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ആവുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് ഹാക്കായി പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഫോളോവേഴ്സിനെ അറിയിക്കാൻ നോക്കും. കാര്യം നമ്മുടെ പേര് ആ ഹാക്ക് ചെയ്ത വ്യക്തി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പേര് പറഞ്ഞ ആളുകളെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തിനു പറയണം, ഇപ്പൊ സീരിയൽ നടന്മാരുടെയോ അല്ലെങ്കിൽ സിനിമ നടന്മാരുടെ ഒക്കെ അക്കൗണ്ട് ഹാക്ക് ആയി കഴിഞ്ഞാൽ അതൊരു വാർത്തയായിട്ട് തന്നെ വരാറുണ്ട്, വാർത്തയായിട്ട് തന്നെ കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയാസ്. അതും പോരെങ്കിൽ ഇപ്പൊ താൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഷാലു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ കൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യിപ്പിക്കുന്നതെന്ന്. അവർക്കും അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതല്ലേ, അവരെ കൊണ്ട് സ്റ്റോറി ഇടിപ്പിക്കാമല്ലോ. ആണ്ട് സജിനയുടെ അക്കൗണ്ട് ഹാക്ക് ആയി പോയി, അതുകൊണ്ട് അതിനകത്ത് വരുന്ന പോസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല, ഇതൊന്നും അവർ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, ഞങ്ങൾ പണിയിൽ എടുത്തോണ്ടിരിക്കുകയാണ്, റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയിടാമല്ലോ. ഇത്രയും ആളുകൾ വീഡിയോ ചെയ്തു, ഈ പോസ്റ്റ് വൈറലായി, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം രാത്രി ഒന്ന് പറയുകയാണ് അക്കൗണ്ട് ഹാക്ക് ആയി പോയതാണ്, ഞാനല്ല ഇട്ടതെന്ന്. മലയാളികളെ ഇങ്ങനെ ഊംഫിക്കാൻ നോക്കല്ലേ, പാവങ്ങളെ ചിലപ്പോൾ വിശ്വസിക്കും. എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഇവർ തന്നെ ഈ പോസ്റ്റ് ഇട്ടതാണെന്നാണ്. ഈ സ്റ്റോറിയും റീൽ ഇവർ തന്നെ അപ്ലോഡ് ചെയ്തതാണ്.
പ്രഥമ ദൃഷ്ടിയിൽ കോമൺ സെൻസ് വെച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യന് അത് അങ്ങനെ തോന്നത്തുള്ളൂ. പറയാനുള്ള റീസൺ അതിനകത്ത് ഇട്ടേക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഇതാണ്. ഈ ഫോട്ടോ എവിടെങ്കിലും ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെങ്കിലും യൂട്യൂബിലോ ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ എവിടെങ്കിലും പബ്ലിക് ഡൊമൈനിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു പിക്ക്, ഒരു പെണ്ണ് ഒരു ഫോണും പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പിക്ക്, അതും നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. പേഴ്സണൽ ഫോട്ടോ എങ്ങനെയാണ് ഹാക്കറിന്റെ കിട്ടുന്നത്? ഹാക്കർ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് പോയാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു സ്ത്രീയുടെ പിക്ക് നിങ്ങളുടെതല്ല നിങ്ങൾ പറയരുത്. അത് പറയാനുള്ള റീസൺ, ഈ പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു മിറർ സെൽഫി എടുക്കുകയാണ്, ഫോണും പിടിച്ചുകൊണ്ട് ഒരു മിറർ സെൽഫിയാണ്, ആ കാണുന്ന ഒരു മിറർ സെൽഫിയാണ്. ഓക്കെ, ഈ കേസ് നിങ്ങൾ കണ്ടല്ലോ, ഫോണിന്റെ കേസ് കണ്ടു. ഇതെല്ലാം ഓർത്ത് വെച്ചോ. കൈ കിടക്കുന്ന മോതിരം നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇതെല്ലാം സജനയുടെയാണ്. സജന യൂസ് ചെയ്യുന്ന ഇതേ കേസാണ്. സജനയുടെ കൈ കിടക്കുന്ന മോതിരവും സെയിം തന്നെ സാധനം തന്നെയാണ്. സജന ഇട്ട പോസ്റ്റ് ആണ്. നാണ്ടേ ഇതേ മോതിരം തന്നെയാണ് മറ്റേനകത്തും കിടക്കുന്നത്. കണ്ടല്ലോ, സംശയം ഉണ്ടാവണമെന്നൂടെ കാണിച്ചുതരാം. സെയിം മോതിരം തന്നെ, ആ കല്ല് വെച്ചത് സജിനയുടെ കൈയാണത്. ഇനി ഈ കേസ് കാണിച്ചു തരാം. സജിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് വേണ്ട കയ്യിരിക്കുന്ന കേസ് ഐഫോണിന്റെ കണ്ടല്ലോ, സെയിം ഫോണ് സെയിം കേസ് സെയിം ഫോണ്. ഇനി ഇതെല്ലാം കണ്ടിട്ട് ആ മോതിരവും വേണ്ട കൈ കിടപ്പുണ്ട്. ഇത് കണ്ടിട്ട് പിന്നെ പറയല് ഇത് സജിന അല്ല എന്ന്. ഇത്രയും കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് താങ്കളാണെന്ന്. ഇനി വേണമെങ്കിൽ ആ ടാറ്റുവും കൂടെ കാണുന്നുണ്ട്, അതും എടുത്ത് വെക്കണോ? ഈ പിക്കിനകത്ത് കണ്ട ഈ കയ്യിൽ ഈ ചെറുതായിട്ട് ഇവിടെ ഒരു ടാറ്റു പിടിച്ചിട്ടുണ്ട്. സജിനയ്ക്ക് സെയിം ടാറ്റു സജിനയുടെ കയ്യിലും കാണാൻ പറ്റുന്നതാണ്, ഒരു ബട്ടർഫ്ലൈയുടെ ടാറ്റു. ഈ ബട്ടർഫ്ലൈയുടെ ഈ എൻഡാണ് മറ്റേനകത്ത് കണ്ടത്. അപ്പം അത് സജിന തന്നെയാണ്. സജിന എടുത്ത മിറർ സെൽഫിയാണത്. ഇതെങ്ങും പബ്ലിക്കലി പോസ്റ്റ് ചെയ്ത ഫോട്ടോയും അല്ല. ഞാൻ ഫുള്ള് തപ്പി. ഈ പോസ്റ്റ് സജിനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഫുള്ള് തപ്പി നോക്കി. എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു ഡ്രസ്സ് ഇട്ട പോലുള്ള ഒരു പിക്ക് പോലും സജിന ഇട്ടിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഈ പിക്ക്, ഈ റസൂൽ പൂക്കുറ്റിയുടെ കൂടിയിരിക്കുന്ന പിക്കും ഈ ബാക്കിൽ നിൽക്കുന്ന ആ മിറർ സെൽഫിയും സജിനയുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. ഈ പേഴ്സണൽ ഫോട്ടോ എങ്ങനെ ഹാക്കറിന്റെ കയ്യിലെത്തി അത് പറ. ഇപ്പൊ നാളെ വരും എന്റെ ഫോണും ഹാക്കർ ഹാക്ക് ചെയ്തു ഗൈസ്, അതിനകത്തും ഫോട്ടോ എടുത്തിട്ട് അവര് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു, നാളെ അതും പിടിച്ചോണ്ട് വരും. സജിന ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും സജിന എടുത്ത ഫോട്ടോയാ. ഏത് സാഹചര്യത്തിൽ എടുത്താലും അത് ഒരു ഹാക്കറിന്റെ കയ്യിലും ആ ഒരു ഫോട്ടോ പോകാനും സാധ്യതയില്ല. ഇനി പോയിട്ടുണ്ടെങ്കിൽ സജിന ആർക്കെങ്കിലും അത് അയച്ചു കൊടുക്കണം. ഇനി അങ്ങനെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും അയച്ചു കൊടുക്കുന്നത് ആലോചിച്ചാൽ മനസ്സിലാവും. ഇനി ഇപ്പൊ സജിന പറയുന്ന ഈ ഹാക്ക് എന്ന് പറയുന്ന കഥ നമ്മൾ അങ്ങ് വിശ്വസിച്ചെന്നിരിക്കട്ടെ. എന്നാലും അവിടെ ഒരു ചോദ്യമുണ്ട്. തന്റെ വളരെ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ഫോട്ടോ എങ്ങനെ ഹാക്കറിന്റെ കയ്യിലെത്തി? മിക്കവാറും ഉത്തരം കാണില്ല. കാരണം സജിന തന്നെ ആയിരിക്കും അത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്താണെങ്കിലും പുള്ളിക്കാരി പറയുന്ന ബാക്കി കേൾക്കാം. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്നെ കുറെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. കാര്യങ്ങൾ കൈവിട്ടു പോയി, ഗാലറി എതിരായി, ആളുകൾ തെറി വിളിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ വെളുപ്പിക്കണമല്ലോ, പുതിയ കഥയായിട്ട് വന്നതാ. മാനസികാവസ്ഥ ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കും. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ എന്നെ സ്ഥിരം ഡയലോഗ് കുഞ്ഞുങ്ങളെ പിടിച്ച് ഇട്ട് കുറച്ച് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ അഭിനയിക്കുന്ന സീരിയലിനകത്ത് പോലും ഇത്ര നാടകീയത കാണത്തില്ലല്ലോ. ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുത്ത് ഇത് ആരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇത് ആരാണ് ഇങ്ങനെ ചെയ്തത്, എന്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എന്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെ എന്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. അത് ഞാൻ അപ്പൊ ഒരു കഥയും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. ആദ്യം കേസ് കൊടുക്ക്, പിന്നല്ലയോ ആളുകളെ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോ സജിന പറയുന്ന കാര്യം ശരിയാണെന്നിരിക്കട്ടെ, വേറൊരാൾ സജിനയ്ക്ക് ഇട്ട് പണിതാണെന്നിരിക്കട്ടെ, രണ്ട് സാധ്യതകളാണുള്ളത്. സജിന പറയുന്നത് പോലെ മൾട്ടിപ്പിൾ ലോഗിൻസ് പല ആളുകളുടെ കയ്യിൽ സജിനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലോഗിൻ ഉണ്ട്, അവര് പണിതാണ്. എന്നാലും പേഴ്സണൽ ഫോട്ടോ എങ്ങനെ പോകാനാ? പിന്നെ രണ്ടാമത്തെ സാധ്യത, സത്യം പറഞ്ഞ് ഇത് കണ്ടുപിടിക്കാൻ സജിന പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. സജിന എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിനിറ്റ്സിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം തന്റെ ഫോണിലുള്ള പേഴ്സണൽ ഫോട്ടോ മറ്റൊരാള് തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ താൻ ആർക്കൊക്കെ ആ പേഴ്സണൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് മാത്രം എടുത്താൽ മതി. എന്താണെങ്കിലും അങ്ങനെ ഒരു ഫോട്ടോ ഒരുപാട് ആൾക്കാർക്കൊന്നും അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. മാക്സിമം ചിലപ്പം ഒരാൾ. ഫോർ എക്സാമ്പിൾ അത് റസൂൽ പൂക്കുറ്റിക്ക് അയച്ചു കൊടുത്തതാണെന്ന് ഇരിക്കട്ടെ.
റസൂൽ പൂക്കുറ്റി എന്താണെങ്കിലും സജിനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഇങ്ങനൊരു പോസ്റ്റ് ഇടൂല. അങ്ങനെ സ്വയം നാണം കെടാൻ നിൽക്കത്തില്ലല്ലോ. ഇനി ഫിറോസ്, മുൻ ഭർത്താവ് ഫിറോസിന് എന്തായാലും ഇങ്ങനൊരു പോസ്റ്റ് പുള്ളി നിങ്ങൾ അയച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് ഫിറോസ് വിടാനുള്ള സാധ്യതയില്ല. അപ്പൊ സജിനെ വിചാരിച്ചു കഴിഞ്ഞാൽ എളുപ്പം പൊക്കാം. ഈ പിക്ക് ആർക്ക് അയച്ചു കൊടുത്തു, അവരെ മാത്രം പിടിച്ചാൽ മതി. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അപ്പൊ ഹാക്ക് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പ്രതിബിംബത്തെ തന്നെ നോക്കിയിരിക്കേണ്ട അവസ്ഥ വരും. ആ ഒരു അവസ്ഥ എന്തായാലും സജിനിക്ക് വരാതിരിക്കട്ടെ. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എന്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ചോ. അല്ലാതെ അപ്പം പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലേ? നിങ്ങൾ മറ്റേ വീഡിയോക്കകത്ത്, നേരത്തെ വീഡിയോക്കകത്ത് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്റ്റിൽ അത് തന്നെയാണ്. ഇതിപ്പം അങ്ങാടിയിൽ പാട്ടാണ് ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന് ഫിറോസ് ഖാൻ ഇത് തന്നെയാന്ന് വന്ന് പറയുന്നത്. ഞാനിത് ഞാൻ കല്യാണം കഴിക്കില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനായിട്ട് വായായിട്ട് വന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ വിശ്വസിക്കേ. ദയവ് ചെയ്ത് എന്നെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. പിന്നെ ഇത് ചെയ്ത ആരായാലും അത് ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരാരാണെന്നുള്ളത് അതിന് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു കൊടുത്തിരിക്കും. ഇനി എന്നെ ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിരിക്കും എന്നല്ലേ പറയുന്നത്. അന്നേരം ഇതുവരെ കേസൊന്നും കൊടുത്തില്ലേ? ഈ ഹാക്കൊക്കെ ആയിട്ട് സൈബർ സെല്ലിൽ കൊടുത്തില്ല. കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വീഡിയോ അങ്ങിട്ട് ദ്രോഹിച്ച് കൊല്ലാൻ ഞാൻ അങ്ങനെ ജീവിച്ച് നിൽക്കത്തില്ല. അതാരായാലും അവർക്കൂടുള്ളൊരു വാണിംഗ് ആയത്. ഇനി അടുത്ത് ഈ ഫോൺ ഹാക്ക് ചെയ്ത് എന്റെ ഈ അക്കൗണ്ട് പോയാലും കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്നാലും നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. അന്നേരം അതിന്റെ രീതിയിൽ ഞാൻ നീങ്ങിക്കോളാം. അപ്പൊ അതാണ് ഉടനെ തന്നെ നിയമത്തിന്റെ മുന്നിൽ ഇത് ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത കഥ എന്താണോ ഇറക്കാൻ പോകുന്നത്, ഇത് തന്നെ നമ്മൾ വിശ്വസിച്ചിട്ടില്ല. ഇങ്ങനെ കഥ ഇറക്കുമ്പോൾ അത്യാവശ്യം വിശ്വസിക്കാൻ പാകത്തിനുള്ള കഥ ഇറക്കണം, അല്ലെങ്കിൽ തെളിവ് വെച്ചിട്ട് കഥ ഇറക്കണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ദഹിക്കൂല. എന്താണെങ്കിലും ഇതിനകത്ത് പെട്ടിരിക്കുന്നത് പൂക്കുറ്റിയാണ്. പൂക്കുറ്റിയുടെ കുറ്റി തെറിക്കുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വേറെ പണിയില്ലയോ? ആ ഓസ്കാർ അവാർഡിനെ കൂടെ പണയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 4 കേസിൽ അതൊക്കെ പോയി പെടാൻ വേണ്ടിയിട്ട്. സംഗതി വാൽപ്പാസാണെങ്കിലും പട്ടിയൊക്കെ തീർന്നില്ലേ ആ ഇടപാടാ. എന്താണെങ്കിലും കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അവര് എന്താന്ന് വെച്ചാൽ കാട്ടി കൂട്ടട്ടെ. അടുത്ത കഥയായിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.